ബൂട്ടുകളും ലാത്തികളും തോക്കുകളും തൽക്കാലം മാറ്റിവെക്കുക. ഇതാ കേരള പോലീസിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു വേറിട്ട പരീക്ഷണം. 2026 കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ച ഈ പൈലറ്റ് പ്രോഗ്രാമിലൂടെ 3000-ലധികം വർഷം പഴക്കമുള്ള കളരിപ്പയറ്റ് വിദ്യകൾ നമ്മുടെ പോലീസുകാരുടെ കൈകളിലേക്ക് എത്തുകയാണ്. കേരള പോലീസ് അക്കാദമിയിൽ പോലീസ് ബറ്റാലിയനുകളെ അത്യാധുനിക മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനായി രൂപീകരിച്ച വലിയ പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമായാണ് കളരി പരിശീലനം ഉൾപ്പെടുത്തിയ ഈ പുതിയ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. ജോലിസ്ഥലത്തെ കഠിനമായ വെല്ലുവിളികൾ നേരിടാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ശാരീരികമായും മാനസികമായും സജ്ജമാക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സാധാരണയായി നാം കാണുന്ന കഠിനമായ ലോ എൻഫോഴ്സ്മെന്റ് ഫിസിക്കൽ ട്രെയിനിങ്ങിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. പ്രകൃതിയിലെ വന്യമൃഗങ്ങളുടെ ചലനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള പുലിയംഗവും സിംഹച്ചുവടുകളും ഇപ്പോൾ പോലീസിന്റെ ആയുധപ്പുരയിലെ പുതിയ പ്രതിരോധ തന്ത്രങ്ങളാവുകയാണ്. ഈ പരിശീലനത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗം മർമ്മശാസ്ത്രമാണ്. മനുഷ്യ ശരീരത്തിലെ 107 മർമ്മപ്രധാനമായ പോയിന്റുകളെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മാരകമായ ആയുധങ്ങളോ അമിത ബലപ്രയോഗമോ ഇല്ലാതെ ഒരൊറ്റ സ്പർശം കൊണ്ട് അക്രമിയെ തളർത്താൻ ഈ വിദ്യക്ക് സാധിക്കും. ആൾക്കൂട്ട നിയന്ത്രണത്തിന് ആധുനിക ലാത്തിചാർജുകളെക്കാൾ എന്തുകൊണ്ടും ഫലപ്രദമാണ് ഈ ശാസ്ത്രീയമായ മർമ്മപ്രയോഗങ്ങൾ. വലിയ രീതിയിലുള്ള ശാരീരിക പരിക്കുകളോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ തന്നെ അക്രമികളെ നിമിഷ നേരം കൊണ്ട് നിയന്ത്രണത്തിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് മെഡിക്കൽ വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു. സങ്കീർണമായ ഒരു തെരുവ് യുദ്ധത്തിൽ കൃത്യമായ മർമ്മം ലക്ഷ്യമിടാൻ ഉയർന്ന ഏകാഗ്രതയാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. കേവലം ചുവടുകൾ മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ ശരീരത്തെ വെള്ളം പോലെ വഴക്കമുള്ളതാക്കാൻ കഠിനമായ ഒഴിച്ചിൽ പ്രക്രിയയും ഈ പരിശീലനത്തിലുണ്ട്. പ്രത്യേക ഔഷധ എണ്ണകൾ ഉപയോഗിച്ചുള്ള ഈ മസാജ് പേശികൾക്ക് അപാരമായ വഴക്കവും കരുത്തും നൽകുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമാൻഡോകൾക്കും ഇൻസ്ട്രക്ടർമാർക്കും അക്കാദമിയിൽ വെച്ച് തീവ്രമായ കളരിപ്പയറ്റ് വെറും കൈ പ്രയോഗ പരിശീലനം നൽകി മാസ്റ്റർ ട്രെയിനർമാരെ വാർത്തെടുക്കുന്നു. ഈ മാസ്റ്റർ ട്രെയിനർമാരാണ് പിന്നീട് അതത് ബറ്റാലിയനുകളിലെ മറ്റു പോലീസുകാർക്ക് ഈ വിദ്യകൾ പകർന്നു നൽകുന്നത്. സ്പെഷ്യൽ ആംഡ് പോലീസ്, മലബാർ സ്പെഷ്യൽ പോലീസ്, വിവിധ KAP ബറ്റാലിയനുകൾ, ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്നിവയുൾപ്പെടെയുള്ള 10 പ്രമുഖ പോലീസ് യൂണിറ്റുകളെ കേന്ദ്രീകരിച്ചാണ് ഈ വലിയ പൈലറ്റ് പ്രോജക്റ്റ് മുന്നേറുന്നത്. പരമ്പരാഗത കളരിമുറകളെ പൂർണ്ണമായും പോലീസിന്റെ നിത്യേനയുള്ള ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുത്താണ് ഇതിൻ്റെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. ആയുധമില്ലാതെ എത്തുന്ന കുറ്റവാളികളെയും അക്രമികളെയും പരിക്കേൽപ്പിക്കാതെ എങ്ങനെ ലോക്ക് ചെയ്ത് കീഴ്പ്പെടുത്താം എന്നതിനാണ് ഇതിൽ മുൻഗണന നൽകുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത വനിതാ കമാൻഡോകളുടെ ശാക്തീകരണമാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ ബറ്റാലിയൻ ഉൾപ്പെടെയുള്ളവർക്ക് തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ അടിസ്ഥാന പരിശീലനത്തോടൊപ്പം കളരിപ്പയറ്റും നിർബന്ധമാക്കിയിരുന്നു. ഇത് വനിതാ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കാനാണ് സഹായിച്ചിരിക്കുന്നത്. ഇവിടെ വെറുമൊരു ശാരീരിക പ്രതിരോധമല്ല നടക്കുന്നത്, വലിയൊരു മാനസിക മാറ്റം കൂടിയാണ്. സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിലുണ്ടാകുന്ന പരിഭ്രാന്തിക്ക് പകരം ഒരു യഥാർത്ഥ യോദ്ധാവിനെ പോലെ കടുത്ത ശാന്തതയോടെയും ആത്മവിശ്വാസത്തോടെയും സാഹചര്യങ്ങളെ നേരിടാൻ പോലീസുകാർക്ക് കഴിയും. ആധുനിക സാങ്കേതിക വിദ്യകൾക്കൊപ്പം നാം മറന്നുപോയ മുൻകാല ആയോധന വിദ്യകളെ തിരിച്ചു പിടിക്കുന്നതിലാണോ വരുംകാല സുരക്ഷയുടെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.